Adding functionalities using modules എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ മോഡ്യൂൾസിനെ കുറിച്ച് കൂടുതലായി പഠിക്കുന്നു. നമ്മൾ ബുക്ക് മോഡ്യൂൾസ്, ഫോറം മോഡ്യൂൾസ് എന്നിവയും പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. Drupal സൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഫീച്ചറുകൾ ചേർക്കുവാനോ ഉള്ള പ്രാഥമിക വഴിയാണ് മോഡ്യൂൾസും തീമുകളും. Drupal ഒരു കംപ്ലീറ്റ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം തരുന്നു. പക്ഷേ ചില സമയത്ത് നമുക്ക് കൂടുതലായി വേണ്ടിവരുന്നു. അവിടെയാണ് മോഡ്യൂൾസിന്റെ ആവശ്യം വരുന്നത്. മോഡ്യൂൾസ് എന്നത് നമ്മുടെ Drupal സൈറ്റിലേക്ക് ഫീച്ചറുകൾ ആഡ് ചെയ്യുന്നു. Drupalൽ 3 തരം മോഡ്യൂൾസ് ഉണ്ട്. ഇത് കോർ മോഡ്യൂൾസ് ആണ്. ഇത് ഡിഫാൾട്ട് ആയി Drupalന്റെ കൂടെ വരുന്ന മോഡ്യൂൾസ് ആണ്. ഇത് ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും FTP ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റിന്റെ കോർ ഏരിയയിൽ പോയി മോഡ്യൂളുകൾ മാറ്റരുത്. നമ്മൾ എപ്പോൾ Drupal അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ അത് റീഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഈ കോർ മോഡ്യൂൾസ് എന്നത് Drupalന്റെ അടിസ്ഥാനപരമായ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അടുത്തത് കോൺട്രിബ്യൂട്ടഡ് മോഡ്യൂൾസ്. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമ്മൾ Devel നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. കമ്മ്യൂണിറ്റിയിലെ ആരെങ്കിലും സംഭാവന ചെയ്യുന്നതാണ് കോൺട്രിബ്യൂട്ടഡ് മോഡ്യൂൾസ്. ഇത് drupal.org എന്നതിൽ ലഭ്യമാണ്. അവസാനത്തെ മോഡ്യൂൾ കസ്റ്റം മോഡ്യൂൾ. നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായ ചില പ്രത്യേക ഫംഗ്ഷനാലിറ്റി ഇവിടെയുണ്ട്. ഈ മോഡ്യൂൾ അങ്ങനെ ലഭ്യമല്ല. ഇതുവരെയും ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ തീർച്ചയായും ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കണം അല്ലെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യിക്കേണ്ടതാണ്. Drupalൽ വിവിധ തരത്തിലുള്ള മോഡ്യൂളുകൾ ലഭ്യമാണ്. ഇവിടെ drupal.org എന്നതിൽ 32458 മോഡ്യൂളുകൾ നമുക്ക് കാണാം. മോഡ്യൂളുകൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു മോഡ്യൂൾ കണ്ടന്റ് ടൈപ്പിലേക്ക് ഫീൽഡ് ആഡ് ചെയ്യും. മറ്റൊരു മോഡ്യൂൾ നമ്മുടെ മൊത്തം വെബ്സൈറ്റിലേക്ക് വോട്ടിംഗ് സിസ്റ്റം ചേർക്കുന്നു. പക്ഷേ നമ്മൾ Drupalന്റെ ഏത് വെർഷൻ ആണ് എന്നതിനനുസരിച്ച് അനുയോജ്യമായ മോഡ്യൂൾ ഉപയോഗിക്കണം. drupal.org/project/modules എന്നതിൽ നമ്മൾ നമ്മുടെ മോഡ്യൂളുകൾ ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട്. അവ ഫിൽറ്റർ ചെയ്യപ്പെടുമ്പോൾ അത് പോപ്പുലാരിറ്റി ഓർഡറിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 പേജുകളിൽ ഏറ്റവും പ്രസിദ്ധമായ മോഡ്യൂളുകൾ ആയിരിക്കും. ഇത് അർത്ഥമാക്കുന്നത് ഇതാണ് ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ഉപയോഗപ്രദവുമായ മോഡ്യൂളുകൾ. ചുരുക്കി പറഞ്ഞാൽ മോഡ്യൂൾസ് എന്നത് ഫീച്ചറുകൾ ആഡ് ചെയ്യുന്നു. drupal.org എന്നതിൽ വളരെയധികം മോഡ്യൂളുകൾ സൗജന്യമായി ലഭ്യമാണ്. നമുക്ക് നമ്മൾ നേരത്തെ സൃഷ്ടിച്ച നമ്മുടെ വെബ്സൈറ്റ് തുറക്കാം. എക്സ്റ്റെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് ഡിഫാൾട്ട് ആയി Drupalൽ ഉള്ള ചില മോഡ്യൂളുകൾ ഉണ്ട്. പക്ഷേ അവ ടേൺ ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ബുക്ക് മോഡ്യൂൾ പ്രാപ്തമാക്കാം. കുറച്ചു താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഫോറം മോഡ്യൂൾസ് കാണാവുന്നതാണ്. അത് നമുക്ക് ടേൺ ഓൺ ചെയ്യാം. നമുക്ക് ഒരേ സമയം 2 വ്യത്യസ്ത മോഡ്യൂളുകൾ ടേൺ ഓൺ ചെയ്യാവുന്നതാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ബുക്ക് മോഡ്യൂൾ, ഫോറം മോഡ്യൂൾ എന്നിവ വളരെയധികം വ്യത്യസ്തതയുള്ള 2 മോഡ്യൂളുകൾ ആണ്. പക്ഷേ അവ രണ്ടും പുതിയ തരത്തിലുള്ള കണ്ടന്റ് ടൈപ്പുകൾ സൃഷ്ടിക്കുന്നു. അവ Drupal എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ ഫംഗ്ഷനാലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇവയെല്ലാം മോഡ്യൂളുകൾ ആണെങ്കിലും Drupal മോഡ്യൂൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ സൈറ്റിലേക്ക് പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ മുഴുവനായ ഒരു പുതിയ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു ഫീൽഡ് ടൈപ്പ് ആണെങ്കിലും Drupal core എക്സ്റ്റെൻഡ് ചെയ്യുവാൻ നിങ്ങൾ ഒരു മോഡ്യൂൾ ചേർക്കുന്നു. ഇപ്പോൾ സ്ട്രക്ചർ, കണ്ടന്റ് ടൈപ്സ് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 പുതിയ കണ്ടന്റ് ടൈപ്സുകൾ ഉണ്ട്: ബുക്ക് പേജ്, ഫോറം ടോപ്പിക് എന്നിവ. കണ്ടന്റ്
ആഡ് കണ്ടന്റ് എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് ബുക്ക് പേജ് കണ്ടന്റ് ടൈപ്പ് ചെക്ക് ചെയ്യുക. നമ്മുടെ സൈറ്റിൽ നാം ആഗ്രഹിക്കുന്ന എവിടെയും ചാപ്റ്റേഴ്സ്, നാവിഗേഷൻ, ബ്ലോക്ക് എന്നിവ ചേർത്ത് ബുക്കുകൾ ഉണ്ടാക്കുന്നതാണ് ബുക്ക് പേജ്. ബുക്ക് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ടൈറ്റിൽ എന്നത് അവർ Drupal മാനുവൽ എന്ന് ടൈപ്പ് ചെയ്യാം. ബോഡി എന്നതിൽ This is the beginning of our Drupal manual എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ പബ്ലിക്കേഷൻ സെറ്റിംഗ്സിൽ നമുക്ക് പുതിയ ഒരു സെറ്റിംഗ് ഉണ്ട്. ബുക്ക് ഔട്ട്ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. None എന്നത് ക്രിയേറ്റ് എ ന്യൂ ബുക്ക് എന്നാക്കി മാറ്റുക. സേവ് ആൻഡ് പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ആഡ് ചൈൽഡ് പേജ് എന്ന പുതിയ ഒരു ലിങ്ക് ഉണ്ട്. Drupal.org ൽ ഡോക്യുമെന്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിംഗ് Drupal എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബുക്ക് മൊഡ്യൂൾ കാണാവുന്നതാണ്. ഇവിടെ വലതുവശത്തായി ഇതാണ് നാവിഗേഷൻ. ഇവിടെ പേജിന്റെ അവസാനത്ത് ഓട്ടോമാറ്റിക്കലായി ജനറേറ്റ് ചെയ്ത കൂടുതൽ നാവിഗേഷൻ ഉണ്ട്. ഇടതുവശത്തുള്ളതാണ് ലിങ്ക്സ്. Drupal കൺസെപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നാവിഗേഷൻ ഉണ്ട്. വലതുവശത്തുള്ള നാവിഗേഷൻ എന്താണ് അടുത്തത് എന്ന് കാണിച്ചുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. നമുക്ക് ബുക്ക് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായ കോംപ്ലക്സ് യൂസർ ഗൈഡുകൾ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ബുക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചുപോയി ആഡ് ചൈൽഡ് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ എന്നതിൽ ഇൻസ്റ്റാളിംഗ് Drupal എന്ന് ടൈപ്പ് ചെയ്യുക. ബോഡി എന്നതിൽ This is where we explain how to install Drupal എന്ന് ടൈപ്പ് ചെയ്യുക. നാം ക്രിയേറ്റ് ചെയ്യുന്ന Drupal മാനുവലിൽ ഇത് ഓട്ടോമാറ്റിക്കലായി കാണപ്പെടും. ക്രിയേറ്റ് ബുക്ക് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സേവ് ആൻഡ് പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നാവിഗേഷൻ നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തതായി നമുക്ക് കാണാം. അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് നമ്മെ മെയിൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഓർക്കുക, ഇവിടെ ബ്ലോക്കും ലഭ്യമാണ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സ്ട്രക്ചർ, ബ്ലോക്ക് ലേഔട്ട് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. സൈഡ് ബാർ ഫസ്റ്റ് എന്നതിൽ നമുക്ക് നമ്മുടെ ബ്ലോക്ക് വയ്ക്കാം. പ്ലേസ് ബ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ബുക്ക് നാവിഗേഷൻ മെനു ഉള്ളതായി നമുക്ക് ഇവിടെ കാണാം. പ്ലേസ് ബ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സേവ് ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ബ്ലോക്സിൽ ക്ലിക്ക് ചെയ്യുക. തിരിച്ചു നമ്മുടെ സൈറ്റിലേക്ക് പോകുക. ഇവിടെ നമ്മുടെ ബുക്ക് നാവിഗേഷൻ, അവർ Drupal മാനുവൽ, ഇൻസ്റ്റാളിംഗ് Drupal എന്നിവ ഉണ്ട്. നമ്മൾ ചൈൽഡ് പേജസ് എന്നത് ആഡ് ചെയ്യുമ്പോൾ ഇത് ഒരുമിക്കുകയും ആവശ്യാനുസരണം വർദ്ധിക്കുകയും ചെയ്യും. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, Drupal.org എന്നതിൽ പോകുക. യൂസർ മാനുവൽ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുവാൻ ബുക്ക് മൊഡ്യൂൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് സൈറ്റിൽ ആവശ്യമെങ്കിൽ ഇത് വളരെ പ്രായോഗികമാണ്. നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ, ബോഡി എന്നിവ റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടന്റ് ടൈപ്പിലേക്ക് ഫീൽഡ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ബുക്ക് മൊഡ്യൂളിന്റെ കൂടെ വരുന്നു. ഒരു വെബ്സൈറ്റിന് ഫോറം ഉപയോഗിച്ചുകൊണ്ട് ലാഭം ഉണ്ടെങ്കിൽ ഫോറം മൊഡ്യൂൾ ഉപയോഗപ്രദമാണ്. കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ആഡ് കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫോറം മൊഡ്യൂൾ ഫോറം ടോപ്പിക് എന്ന ഒരു പുതിയ കണ്ടന്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവ ഫീൽഡ് ഏബിൾ ആണ്. അതിനർത്ഥം നമുക്ക് ടൈറ്റിൽ, ബോഡി എന്നിവയ്ക്ക് റെസ്ട്രിക്ഷൻ ഇല്ല എന്നതാണ്. ഫോറം ടോപ്പിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഫോറം ടോപ്പിക് ലേണിംഗ് Drupal എന്നത് എന്റർ ചെയ്യുക. ഫോറംസ് എന്നതിൽ ജനറൽ ഡിസ്കഷൻ എന്ന് കൊടുക്കുക. അടുത്തത് ബോഡി എന്നതിൽ I am just learning Drupal. Can someone help me എന്ന് എന്റർ ചെയ്യുക. സേവ് ആൻഡ് പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഇത് ഫോറം കണ്ടന്റ് ടൈപ്പ് ആയതിനാൽ കമന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു കമന്റ് ചേർക്കാം. Sure, I can help. You should just read everything at Drupal will. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
നമ്മൾ സൂപ്പർ യൂസർ ആയി ലോഗിൻ ചെയ്തതിനാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നാം ജനറൽ ഡിസ്കഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ജനറൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഫോറം ടോപ്പിക് എന്നത് ഒരു കമന്റോട് കൂടിയ ലേണിംഗ് ദ്രുബൽ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ കമന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കമന്റ്സ് ആഡ് ചെയ്യുന്നത് തുടരാം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫോറംസും ചേർക്കാവുന്നതാണ്. ഫോറംസ് എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഫോറം ടോപ്പിക് ആഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് ജനറൽ ഡിസ്കഷൻ ആയിരിക്കും. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഫോറംസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സ്ട്രക്ചർ, ഫോറംസ് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയ ഫോറംസ്, പുതിയ കണ്ടെയ്നേഴ്സ് എന്നിവ ആഡ് ചെയ്യാം. ഞാൻ ഒരു ഫോറം ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അത് ചെയ്യാവുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും റീഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് കണ്ടന്റ്, ആഡ് കണ്ടന്റ്, ഫോറം ടോപ്പിക് എന്നിവയിലേക്ക് തിരിച്ചു പോകാം. എനിക്ക് ഇവ വേറെ ഫോറംസ് ആക്കി ഇടുവാനുള്ള ചോയ്സ് ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നല്ല തരത്തിലുള്ള ഇതുപോലുള്ള ഫോറംസ് ഡ്രുബൽ വെബ്സൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ചുരുക്കി പറയാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ടു മൊഡ്യൂൾസ്, ബുക്ക് മൊഡ്യൂൾ, ഫോറം മൊഡ്യൂൾ എന്നിവ. ഈ വീഡിയോ അക്യുവ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം പുതുക്കി നിശ്ചയിച്ചു. ഈ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, Ministry of Human Resource Development, NVLI, Ministry of Culture, Government of India. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.